പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിൽ BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളി. കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനെതിരെയാണ് BJP അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. CPIM വിട്ടുനിന്നതോടെ ക്വാറം തികയാതെ വന്നു. വിവരങ്ങളുമായി ശ്രീരാജാണ് ചേരുന്നുള്ളത്. ശ്രീരാജ്, ഇതിപ്പോൾ അവിശ്വാസ പ്രമേയം കോൺഗ്രസ് വൈസ് പ്രസിഡന്റിന് എതിരെയാണ് CPIM അംഗങ്ങൾ വിട്ടുനിന്നിട്ടുണ്ട്. ഇതെന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം വന്നിട്ടുള്ളത്? ലിനിഷ, നാരങ്ങാനം പഞ്ചായത്തിൽ നേരത്തെ പ്രസിഡന്റ് ഭരണം BJP ആയിരുന്നു. കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസത്തെ CPM പിന്തുണയോടുകൂടി അത് BJP പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനമുള്ള കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റിനെതിരെ BJP അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അതിൽ നിലവിൽ CPM വിട്ടുനിന്നു. അതുകൊണ്ട് തന്നെ ഈ ക്വാറം പൂർത്തിയാക്കാനാവാതെ അത് തള്ളിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. 6-6 എന്ന നിലയ്ക്കായിരുന്നു BJPക്കും കോൺഗ്രസിനും അവിടെ കക്ഷിനില ഉണ്ടായിരുന്നത്. 2 അംഗങ്ങളാണ് CPMനുള്ളത്. BJPക്കെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ 6-നെതിരെ 2 CPM അംഗങ്ങളുടെ കൂടി പിന്തുണയോടെ 8 പേരുടെ പിന്തുണയോടുകൂടിയായിരുന്നു അവിശ്വാസം പാസ്സാവുകയും നാരങ്ങാനം പഞ്ചായത്തിൽ നിന്നും BJP ഭരണം നഷ്ടപ്പെടുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം അവിടെ കോൺഗ്രസിനാണുള്ളത്. അതിന് പിന്നാലെയാണ് BJP അവിടെ അവിശ്വാസം കൊണ്ടുവന്നത്. നേരത്തെ നറുക്കെടുപ്പിലൂടെയായിരുന്നു 2 പേർക്കും അവിടെ നറുക്കെടുപ്പിലൂടെയായിരുന്നു BJPക്ക് അവിടെ പ്രസിഡന്റ് സ്ഥാനം കിട്ടിയത്. കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയതും സമാനമായി നറുക്കെടുപ്പിലൂടെ തന്നെയായിരുന്നു. എന്തായാലും CPM പിന്തുണ BJPക്ക് ലഭിച്ചിട്ടില്ല. നിലവിൽ അവിടെ വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസം BJP കൊണ്ടുവന്നത് തള്ളിപ്പോയിരിക്കുന്നു. ലിനിഷ, ശരി, എന്തായാലും അവിശ്വാസ പ്രമേയം തള്ളിയിരിക്കുകയാണ്. ശ്രീരാജാണ് വിവരങ്ങൾ നൽകിയത്.